മീനൊന്നും കിട്ടാത്ത ഈ ഒരു അവസ്ഥയിൽ നമുക്ക് മീൻ കറിയേക്കാൾ ടേസ്റ്റ് നമ്മുടെ വീട്ടിലുള്ള ഉള്ളി തക്കാളിയൊക്കെ വെച്ചിട്ട് നല്ലൊരു 5 മിനിറ്റ് കൊണ്ട് ഒരു കറി ഉണ്ടാക്കിയാലോ. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. മസാലകൾ വഴറ്റി സമയം കളയേണ്ട ഒന്നും ആവശ്യമില്ല. വെറും 5 മിനിറ്റ് മാത്രം മതി. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറി റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു കറി എങ്ങനെയാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 സവാള, 3 തക്കാളി, ഒരു 5 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഇവയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് കുക്കർ അടച്ച് ഒരു 2 വിസിൽ വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതാ നമ്മുടെ കുക്കർ 2 വിസിൽ അടിച്ചിട്ടുണ്ട്. അതിൽ എയറെല്ലാം കളഞ്ഞ ശേഷം ഞാനത് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ തക്കാളി, പച്ചമുളക്, സവാളൊക്കെ നന്നായിട്ട് തന്നെ യോജിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കയ്യിൽ വെച്ച് നന്നായി ഒന്ന് യോജിപ്പിച്ച ശേഷം അതിലേക്ക് 2 ഉരുളൻകിഴങ്ങ് ക്യൂബാക്കി കട്ട് ചെയ്ത് കൂടി ഇട്ടിട്ട് ഒന്നുകൂടി വിസിലടിക്കുക. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ ഒരു മിക്സിയുടെ ജാറിലിട്ട് വലിയ ജീരകം, തേങ്ങ, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കുക്കർ ഇതാ ഒരു വിസിലടിച്ചിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. എന്നിട്ട് ഇത് ഞാനൊരു മൺചട്ടിയിലേക്ക് മാറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരച്ച അരപ്പ് കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് ഇറക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് കടുക് പൊട്ടിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി കറി റെഡി ആയിട്ടുണ്ട്. മീനില്ലെങ്കിലും നമുക്ക് നല്ലൊരു കറിയുടെ ടേസ്റ്റിലൊരു കറി റെഡിയാക്കി എടുക്കാൻ കഴിയും. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.